അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017 മോഡൽ ട്രാവലറിൻ്റെ ടെസ്റ്റ് വർക്കാണ്. അപ്പോൾ അതേപോലെ തന്നെ ഫുൾ പെയിൻറ്റിങ്, അതേമാതിരി ചെറിയ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2017 മോഡൽ 17 സീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ്, അതായത് ഇപ്പോൾ ടെസ്റ്റ് വർക്ക് ഉണ്ട്, പക്ക ഗ്ലോസി ഫിനിഷിംഗ് ആണ്. അത് മിറർ ഫിനിഷിംഗ് പോലെയാണ് നമ്മൾ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അഡീഷണൽ ആയിട്ടൊരു കാലിയർ വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിൽ സൺസൈഡ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിയാനോ ബ്ലാക്കിൽ ഗ്രില്ല് കളർ ചെയ്തിട്ടുണ്ട്. അതേമാതിരി ബമ്പർ സ്റ്റേറ്റുമെയും ബ്ലാക്ക് കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ കർട്ടൻ കാര്യങ്ങളൊക്കെ ടെസ്റ്റിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഐവറി കളറാണ് കർട്ടൻ ചൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഔട്ട് സൈഡിൽ പിന്നെ വരച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ വരച്ചാണത് ഒരുവിധ ലൈറ്റുകളൊക്കെ കംപ്ലീറ്റ് ഫുള്ള് പുതിയ മോഡൽ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അടിയിൽ അണ്ടർ ബോഡി ലൈറ്റ്, അതേമാതിരി ഫ്രണ്ടിൽ ബമ്പർമ ലൈറ്റ്, അതേമാതിരി തന്നെ ഗ്രില്ലുമ്മ ലൈറ്റ്, അതേമാതിരി ബോണറ്റിൻ്റെ ഉള്ളിൽ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ക അതായത് എറണാകുളമാണ് ശരിക്കും ഇതിൻ്റെ ആർട്ടിഫിസ് വരിക. എറണാകുളമല്ല, കാക്കനാടാന്ന് തോന്നുന്നു. അപ്പോൾ ആ ആർട്ടിഫിസാണ് വരിക. അപ്പോൾ ഒരുപാട് വർക്കുകൾ അഡീഷണൽ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ടെസ്റ്റ് കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് പക്ക ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ പിന്നെ ടെസ്റ്റിനൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളില്ലാത്തൊരു കണ്ടീഷനിലാണ് വർക്കുകൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ളത്. ബാക്കിലാണെങ്കിലും നിലവിൽ പെയിൻറ്റിങ് ആണ് മെയിനായിട്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നെന്ന് വെച്ചാൽ പെയിൻറ്റിങ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ കാലിയർ മാറുമ്പോൾ തന്നെ കാലിയറിൻ്റെ ലൈറ്റുകൾ മാറിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ലൈറ്റിൻ്റെ റെയിൻ ഗാർഡിൻ്റെ അടിയിലത്തെ ലൈറ്റുകൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. സ്റ്റെപ്പിന് കവർ, റെക്സിന് കാര്യങ്ങളൊക്കെ മാറി. പിന്നെ അതേപോലെ തന്നെ ഹെഡ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, അതേപോലെ തന്നെ പാർക്ക്, ബാക്ക് ബ്രേക്ക് ലൈറ്റ് എല്ലാം പുതിയത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് ഔട്ട് സൈഡിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻസൈഡിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ പിക്സൽ 2 ചാനലിലെ പിക്സൽ കാര്യങ്ങളൊക്കെ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ചേർക്കാം. അതേപോലെ ഇത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു വണ്ടിയുടെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരും ബൈ.